ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണക്കേസ്. പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നും CCTVകൾ നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച മോഷണ ആരോപണം തെറ്റാണെന്നാണ് ജിൻഡോയുടെ പ്രതികരണം. തനിക്കെതിരെ ഉയർത്തിയ മോഷണ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ജിൻഡോ പ്രതികരിച്ചു. താൻ പ്രവേശിച്ചത് തനിക്ക് 60% ഷെയറുള്ള ലീസിന് കൊടുത്ത ജിമ്മിലാണെന്നാണ് ജിൻഡോ പറയുന്നത്. തനിക്ക് 60% ഷെയറും പരാതിക്കാരിക്ക് 40% ഷെയറും എന്ന വിധത്തിലാണ് എഗ്രിമെന്റ് ഉള്ളത്. കുറച്ചു കാലമായി ജിമ്മിന്റെ അക്കൗണ്ടിങ്ങിൽ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ പരാതി ഉന്നയിച്ച യുവതി തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്നും ജിൻഡോ ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കവേ യുവതി നൽകിയ കേസിൽ ജിൻഡോ ജാമ്യത്തിലാണ്. യുവതി ജിമ്മിലുള്ളപ്പോൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അതിരാവിലെ താൻ ജിമ്മിൽ പ്രവേശിച്ചത് എന്നാണ് ജിൻഡോ പറയുന്നത്. ജിമ്മിലെ തന്റെ പേഴ്സണൽ റൂമിൽ വരികയാണ് ചെയ്തത്. താൻ പണം മോഷ്ടിച്ചു എന്നത് തെറ്റായ ആരോപണമാണ്. ഇതേക്കുറിച്ച് വിശദമായി വ്യക്തമാക്കാൻ വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിക്കുമെന്നും ജിൻഡോ അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 1:50 വെണ്ണലയിലെ സ്ഥാപനത്തിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിമ്മ് തുറന്നത് എന്നാണ് സംശയം. റിയാലിറ്റി ഷോ താരമായ ജിൻഡോയ്ക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു. കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. തസ്ലിമയെ അറിയാമെന്നും പിതാവ് മരിച്ചെന്ന് പറഞ്ഞ 1000 രൂപ ചോദിച്ചപ്പോൾ കൊടുത്തുവെന്നും മറ്റു ബന്ധമില്ലെന്നുമായിരുന്നു ജിൻഡോയുടെ വാദം.